പ്രശ്നം പാർലമെന്റ് സംയുക്ത സമിതിക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ. വഖഫ് ഭേദഗതി ബിൽ വരുന്നതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. വഖഫ് അധിനിവേശത്തിനെതിരായ സമരത്തിന് ഐക്യദാർഢ്യവുമായി മുനമ്പത്തെ ജനതയെ സന്ദർശിക്കുകയാണ് അവർ. കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി. ജിജീഷ്, മുനമ്പത്തെ യഥാർത്ഥ സ്ഥിതി നോക്കിക്കാണുകയാണ് കേന്ദ്രമന്ത്രി. ഓരോ പാവപ്പെട്ട ജനങ്ങളുടെ വീട്ടിലേക്കും എത്തി, ഓരോ പ്രദേശവാസികളുടെ അടുത്തേക്കും എത്തി അവരുടെ വിഷയങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, എത്രത്തോളം ഈ അധിനിവേശം ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയതിന്റെ നേർചിത്രം അറിയുന്നു. ജിജീഷ്, ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടുതൽ വീടുകളിലേക്ക്, അതായത് മുമ്പ് പറഞ്ഞതിലധികം നിരവധി വീടുകളിലേക്ക് ആ പ്രശ്നങ്ങൾ മന്ത്രി എത്രമാത്രം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് ഈ ദൃശ്യങ്ങൾ. കൂടുതൽ വീടുകളിലേക്ക് മന്ത്രി ഇപ്പോൾ പോയിരിക്കുന്നു. ജനം ടി വി സംഘവും ഈ ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ ഇവിടെ പകർത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നിരവധി വീടുകളിൽ എത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കുകയാണ്, അവരോട് തന്നെ പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയാണ് കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ. നേരത്തെ കൃത്യമായ ഉറപ്പുകൾ അവർക്ക് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേട്ടു, അതിന് പരിഹാരം എല്ലാം തന്നെ അവർ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെ ഓരോ വീട്ടിലും കയറിക്കൊണ്ട് ആ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അവർ പറയുന്നത് തങ്ങൾ ഈ വഖഫിന്റെ ഒരു അധിനിവേശ ഭീതിയിലാണ് തങ്ങൾ കടന്നു പോകുന്നത്, ആ ഒരു ഭീതിയുടെ മുൾമുനയിലാണ് ജീവിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും കിടപ്പാടം നഷ്ടപ്പെടാൻ കഴിയുന്ന, അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലും കൂടുതൽ വീടുകളിൽ എത്തിക്കൊണ്ട് അവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നു. അവർക്ക് എല്ലാവർക്കും തന്നെ പ്രതീക്ഷയുടെ ഉറപ്പുകൾ നൽകുന്നു. കാരണം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്ത് നടപടിക്കും കേന്ദ്ര സർക്കാർ തയ്യാറാണ് എന്ന കാര്യം തന്നെയാണ് അവർ പ്രധാനമായും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ചില ആളുകളോട് മലയാളത്തിലടക്കം സംസാരിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർക്കൊപ്പം അവരിൽ ഒരാളായി മുന്നോട്ട് പോകുന്ന ഒരു കേന്ദ്രമന്ത്രിയെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ പ്രധാനമന്ത്രി അടക്കം ഉറപ്പ് നൽകിയതും അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു ഉറപ്പ് അവർക്കിപ്പോൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം ഇപ്പോൾ മറ്റ് വീടുകളിലേക്ക് കൂടി കേന്ദ്രമന്ത്രി പോകുന്ന ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കാണാൻ കഴിയുകയും ചെയ്യും. ഏറ്റവും പ്രധാനം ഈ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നതിനൊപ്പം തന്നെ ഈ ഭേദഗതി ബിൽ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം പാവപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനപ്രതിനിധികൾ ഈ വിഷയം ഏറ്റെടുക്കുന്നു എന്ന വാർത്ത മാത്രമാണ്. യെസ്, അവർ സന്ദർശന ശേഷം പ്രതികരിക്കാം എന്നുള്ള വിഷയമാണ് വ്യക്തമാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഓരോ ഇടങ്ങളിലേക്കും അവർ സന്ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ജിജീഷ്, ഞാൻ ചോദിച്ചു വന്നത് ഈ ഓരോ ആളുകളുടെയും വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനൊപ്പം തന്നെ ഈ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു, അവർക്ക് എന്താണ് ഒരു പരിഹാരം ലഭ്യമാകുക എന്ന വിവരമാണ് അവർക്ക് നേരിട്ട്, അതിന് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകൾ തന്നെ വരുന്നു എന്ന് പറയുമ്പോൾ അത് ആശ്വാസകരമാണ്. അപ്പോൾ ഈ ഭേദഗതി ബിൽ സംബന്ധിച്ച് അത് കൊണ്ടുവരുമ്പോൾ എങ്ങനെ മുൻപത്തെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കൂടിയാണ് അവർ നാട്ടുകാരോട് പറയുന്നത്, മുൻപത്തെ ജനങ്ങളോട് പറയുന്നത്. പ്രധാനമായും ഇവിടെ കേന്ദ്രമന്ത്രി ശോഭാ കരന്ദലജെ ചൂണ്ടിക്കാണിച്ചു അവരോട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വഖഫ് ഭേദഗതി ബില്ല് അത് അടുത്ത പാർലമെന്റിൽ പാസ്സാക്കുന്നതോടുകൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വലിയ ഒരു അളവിൽ പരിഹാരമാകും. കാരണം ഒരിക്കലും വഖഫിന് അമിതാധികാരങ്ങൾ നൽകുന്നതായിരിക്കില്ല അത്. കൃത്യമായി വഖഫിന് മേൽ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള അമിതാധികാരങ്ങൾ അത് എടുത്തു കളയുന്ന ഒരു ഭേദഗതി ബില്ല് തന്നെയാണ് കേന്ദ്ര സർക്കാർ പാസ്സാക്കാൻ പോകുന്നത്. അതിനെ ആര് എതിർത്താലും, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു, ആരെതിർത്താലും ഇടതു വലതു മുന്നണികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി ഏത് തരത്തിൽ എതിർത്താലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന തന്നെ കാര്യമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ പ്രധാനമായും കൃത്യമായി തന്നെ കേന്ദ്രമന്ത്രി വ്യക്തമാക്കുന്നതും, അതായത് ഏറെ ദൂരം സഞ്ചരിച്ചുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ഈ ഒരു യാത്രയിലൂടെ കടന്നു വരുന്നത്, ഈ വഴികളിലൂടെ കടന്നു വരുന്നത്. കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പ്രശ്നം അവർ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ജനകീയ വിഷയമാണ് ഇവിടെ നടക്കുന്നത് എന്ന കാര്യം കൃത്യമായി അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കൃത്യമായ ഉറപ്പ്
നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. വിവിധ ഘട്ടങ്ങളിൽ അത് കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ BJPയും എല്ലാം തന്നെ അവർക്ക് ഈ ഒരു സമര രംഗത്തുള്ള ആളുകൾക്ക് പിന്തുണ അർപ്പിച്ചു. ഇപ്പോൾ വഴിയരികിലടക്കം കേന്ദ്രമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയും കാത്തു നിൽക്കുന്ന ആളുകളെ തന്നെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ എല്ലാം മുഖത്തുള്ളത് പ്രതീക്ഷയുടെ വലിയ പൊൻ വെളിച്ചങ്ങൾ തന്നെയാണ്. ആ പ്രതീക്ഷ തന്നെയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം തങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെയാണ്, BJP സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർക്ക് കഴിയും. അക്കാര്യത്തിൽ കൃത്യമായ ഒരു നടപടികൾ ഉണ്ടാകും എന്ന കാര്യം തന്നെയാണ് അവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഇപ്പോൾ അടുത്ത വീടുകളിൽ കൂടി സന്ദർശിക്കുന്നു. പ്രായമായ ആളുകളടക്കം ഉള്ള വീടാണ്. അവരുടെ പ്രശ്നങ്ങൾ സ്വാഭാവികമായും വലിയ തോതിൽ അവർ ആശങ്കയുളവാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ പ്രശ്നങ്ങൾക്ക് കൂടി ഒരു പരിഹാരം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന ഉറപ്പ് നൽകുന്നു. അവിടെയും നമുക്ക് കാണാൻ കഴിയും ഒരു പ്രായമായ അമ്മൂമ്മ വളരെ പ്രതീക്ഷയോടുകൂടി ശോഭ കരന്തലജയെ കാത്തു നിൽക്കുന്നു. അവർക്ക് മുന്നിൽ പ്രശ്നങ്ങൾ പറയാൻ തയ്യാറായി തന്നെ നിൽക്കുന്ന ഓരോ ദൃശ്യങ്ങൾ കാണാൻ കഴിയും. അവരുടെ എല്ലാം തന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൽ മാത്രമാണ്. കാരണം ഇടത് വലത് മുന്നണി സർക്കാരുകൾ ഒരു തരത്തിലും അവർക്ക് അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കില്ല എന്നതുകൊണ്ട് തന്നെയാണത്. ഇപ്പോൾ നമുക്ക് ആ ഒരു God bless you. Thank you. ये മൂന്ന് ഇവരുടെ കൂടെ വീട്ടിലേക്ക് ലൈഫിലെ ഇടപ്പുള്ള മന്ത്രിയാണ്. ഈ വീടൊക്കെ ലൈഫിൽ പണിയെ തീർക്കാൻ പറ്റാത്ത सब लोग गवर्नमेंट लाइफ ऑफ द को घर विधान करें Okay, ma'am. പ്രേക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന വിഷയമാണ് കേരളത്തിൽ നിന്ന് ഏത് മന്ത്രി ഇങ്ങനെ വരുമെന്ന്. ഇത് കൃത്യമായി ഒരു PR വർക്കിന്റെ ഭാഗമല്ല ഈ യാത്രയെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം ഒരു കേന്ദ്രമന്ത്രി, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് മുനമ്പത്തെ ഏതൊരു സാധാരണക്കാരൻ്റെയും വീട്ടിലേക്ക് നേരെ നടന്നു കയറി ചെല്ലുന്ന കാഴ്ച, അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്ന കാഴ്ച വലിയ ആശ്വാസമായി ജനങ്ങൾ പ്രതികരിക്കുന്നു. അവർക്ക് ലഭിക്കുന്ന ഉറപ്പ് എന്താണ് എന്ന് ജനപ്രതിനിധികൾക്ക് വ്യക്തമായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനി മറ്റൊരു സാഹചര്യത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊരു മുനമ്പത്തെ അധിനിവേശത്തിന് ഇരയായവരെ ഓരോരുത്തരെയും നേരിട്ട് കാണുകയാണ് കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ. വരാൻ പോകുന്ന ഭേദഗതി ബില്ലിലൂടെ എങ്ങനെ ഈ വിഷയത്തെ മറികടക്കാൻ കഴിയുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ കണ്ടതാണ്, ഓരോ വീടുകളിലേക്കും നടന്നു തന്നെ കയറി ചെല്ലുകയാണ് അവർ. ആ വിഷയത്തിലൊരു പ്രോട്ടോകോൾ ഒന്നും പാലിക്കുന്നില്ല. കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു, അവർക്ക് ഉറപ്പുകൾ നൽകുന്നു. പലപ്പോഴും മലയാളത്തിൽ പോലും അവരോട് സംസാരിക്കുന്നതായും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ആശ്വാസം ചെറുതല്ല. കാരണം മുൻപത്ത് സമരപ്പന്തലിൽ പ്രദേശവാസികൾ കഴിയാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കിടപ്പാടം നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ എല്ലാ പ്രായത്തിൽപ്പെട്ട ആളുകളും ഈ അവിടുത്തെ ഒരു സ്ത്രീകളുടെ കൂട്ടായ്മയെ കേന്ദ്രമന്ത്രി കാണുന്നു എന്നാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിജീഷ്, പ്രശ്നങ്ങളെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്നതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇവിടെ നമുക്ക് ഓരോ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. കാരണം സാധാരണ നിലയിൽ ഏതെങ്കിലും തരത്തിൽ ഒന്നോ രണ്ടോ ആളുകളെ കണ്ട് സന്ദർശനം പൂർത്തിയാക്കി മടങ്ങുന്ന ഒരു കേന്ദ്രമന്ത്രിയല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പകരം ഓരോ വീടുകളിലും പരമാവധി, കാരണം 610ഓളം കുടുംബങ്ങൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അവരിൽ നല്ലൊരു പങ്കിന്റെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളുടെ പ്രതികരണം കേൾക്കണമെന്ന ഒരു കൃത്യമായ ധാരണയുള്ള ഒരു കേന്ദ്രമന്ത്രി ശോഭ കരന്തലജെ, കൃത്യമായി അത്തരം കാര്യങ്ങളിൽ നിർദ്ദേശം നൽകുന്ന ഒരു ശക്തനായ പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്രമോദി. കൃത്യമായി അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരുണ്ട് കേന്ദ്ര സർക്കാർ. ആ ഒരു ഘട്ടത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും ധൈര്യപൂർവ്വം അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നത്. ധൈര്യപൂർവ്വം ആ പ്രശ്നങ്ങൾ ജനകീയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എല്ലാ ഘട്ടത്തിലും മുൻപത്തെ ജനങ്ങൾ
തങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്ന ഒരു പ്രശ്നമുണ്ട്. തങ്ങളെ അവഗണിക്കുന്നു. ഈ കാര്യത്തിൽ ഇടത് വലത് മുന്നണികൾ എന്ന കാര്യം പല ഘട്ടങ്ങളിലും ചൂണ്ടിക്കാണിച്ചു. അപ്പോഴെല്ലാം BJP ആണ് തങ്ങൾക്ക് പിന്തുണയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. BJP ആണ് എല്ലാ ഘട്ടത്തിലും തങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു നൽകിയത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ബില്ലിൽ മാത്രമാണ് ഇനിയുള്ള പ്രതീക്ഷ. ഇവിടെ ആ ബില്ലിനെ എതിർത്ത, ഭേദഗതി ബില്ലിനെ എതിർത്ത, ഒരുമിച്ചെതിർത്ത ഇടത് വലത് മുന്നണികളെ, സംസ്ഥാനത്ത് ഇടത് വലത് മുന്നണികളെ ഒരു ഘട്ടത്തിലും തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല എന്ന് മാത്രമല്ല അവരിൽ ഒരു പ്രതീക്ഷയും തങ്ങൾക്കില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇപ്പോഴും നമുക്കറിയാം ആ സമരപ്പന്തലിലേക്ക് വാഹനം എത്തുന്നതിന് പകരം മറ്റൊരു സ്ഥലത്തേക്ക് കൂടി കേന്ദ്രമന്ത്രി കടന്നു പോകുന്നു എന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിയും. പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ഈ ഒരു വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നത് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ, ജനൻ TV അടക്കമുള്ള ദേശീയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ചാനൽ മാത്രമാണ് തങ്ങളുടെ പ്രശ്നം എല്ലാ ഘട്ടത്തിലും കേൾക്കാൻ തയ്യാറായത് എന്ന കാര്യം ഇവിടെ വരുന്ന സമയങ്ങളിലെല്ലാം തന്നെ മുനമ്പത്തെ നിവാസികൾ പലപ്പോഴും പറഞ്ഞിരുന്ന കാര്യമാണ്. അത് തന്നെയാണ് അവർ ഇപ്പോഴും പറയുന്നത്. അവസാന നിമിഷം വരെ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു, നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഞങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു എന്ന കാര്യം പറയുന്നു. അവിടെ ആർക്കെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളല്ല, മറിച്ച് ഏതെങ്കിലും മതപരമായ താല്പര്യങ്ങളല്ല, മറിച്ച് ഒരു ജനതയെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത ഒരു കേന്ദ്രത്തിലേക്ക് കേന്ദ്രമന്ത്രി ഇപ്പോൾ കടന്നു പോവുകയാണ്. മറ്റൊരു വീട് കൂടി സന്ദർശിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഒപ്പം യാത്ര ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, ഓരോ ഘട്ടത്തിലേക്കും തിരിച്ചു വരാം ജിജീഷ്. നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നിന്ന് മുനമ്പത്തുകാർക്ക് ലഭിക്കുന്ന ഉറപ്പ് എന്താണ് എന്ന് വ്യക്തമാണ്.